ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ റവ വെച്ചിട്ട് ഉപ്മാവൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് റവയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം വെക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് റവ വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറേ ഉണ്ടാവും കഴിക്കാനായിട്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അത് തിളച്ച് തുടങ്ങുമ്പോൾ അതിനകത്തോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവുണ്ടല്ലോ, അത്രയും നേരം വേവിക്കുക. ജസ്റ്റ് ഒരു 2-3 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. പെട്ടെന്ന് റെഡിയാവും, കാരണം റവ പെട്ടെന്ന് വെള്ളം കുടിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ കൂട്ടി വെക്കരുത്, കുറച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായി കിട്ടണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഈ ഒരു പരുവായാൽ മതി. അത്യാവശ്യം നല്ല പോലെ തന്നെ റവ വെന്തിട്ടുണ്ട്. കാരണം ഇത്രയും വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് റവ ഇനി വീണ്ടും വേവിക്കേണ്ട ആവശ്യമില്ല, വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂട് ചെറുതായിട്ട് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, ചൂടോടെ ചെയ്യണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ പിടി ഉണ്ടാക്കില്ലേ, അപ്പോൾ ഉരുട്ടണ പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. മാക്സിമം ചെറുതാക്കാൻ നോക്കുക, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കുക. നിങ്ങളൊരു 2 പേരൊക്കെ ഉള്ളെങ്കിൽ 1/2 കപ്പ് റവക്ക് ചെയ്താൽ മതി, കാരണം അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 1/4 ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകമാണ് കേട്ടോ ചേർത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. റവയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളി അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരിയാണ്. അപ്പോൾ എരിവ് നിങ്ങൾ ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഉരുട്ടി വെച്ചത് മൊത്തം ഇതിൽ ചേർത്തിട്ടില്ല, ഞാൻ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പകുതി വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പകുതി 1/2 കപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു 2-3 മിനിറ്റ് അത്രയും മതി, നന്നായിട്ട് മസാല ഒന്ന് പിടിച്ച് കിട്ടാനായിട്ടാണ്. അഥവാ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉപ്മാവ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.